ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപരാം രക്ഷ രക്ഷ മഹാഭാഗോ ശാസ്തേ സ്തുഭ്യം നമോ നമാം. ജ്യോതിഷ പങ്ക്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് 2025 വർഷഫലം. അത് പൂയം നക്ഷത്രക്കാരായിരിക്കുന്ന ഓരോരുത്തരുടെയും ഫലങ്ങളാണ് പറയുന്നത്. 2025 വന്നു ചേരാവുന്ന നേട്ടങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ദൈനംദിന ജീവിതത്തിൽ ആരോഗ്യപരമായിട്ടും തൊഴിൽപരമായിട്ടും സാമ്പത്തികമായിട്ടും സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിലും അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്ന് വിചിന്തനം ചെയ്യുന്നത്. അതായത് കൂടുതലായിട്ട് ഒരു പുരോഗതി വന്നു ചേരുക, അതിന് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? പൂയം നക്ഷത്രക്കാർ കർക്കിടകം രാശിക്കാരെ സംബന്ധിക്കുന്നിടത്തോളം 2025 വളരെയധികം ദൈവാധീനമുള്ള ഒരു വർഷമാണ്. ദൈവാധീനമാണല്ലോ ഏറ്റവും വലിയ കാര്യം. അത് ഭാഗ്യാധിപനാണ്. സർവസമ്പത്തും കൊണ്ടുത്തരുന്ന സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം ബലവാനായിട്ടാണ് സ്ഥിതി. രാശ്യാധിപൻ എല്ലാ മാസവും പക്ഷബലം കൂടിയും കുറഞ്ഞും വരും. അത് പല വിധത്തിലുള്ള യോഗങ്ങൾ കൊണ്ടെത്തരും. കേസരി യോഗമായാലും മറ്റ് ഏതെങ്കിലും തരത്തിൽ ശരഭയോഗമോ അനഭായോഗമോ അങ്ങനെ പല വിധത്തിലുള്ള ഭാഗ്യാവസ്ഥകൾ ഗോചരഫലം കൊണ്ട് ചിന്തിക്കാവുന്ന കാര്യം. ആരോഗ്യപരമായിട്ട് പൊതുവെ തൃപ്തികരമായിരിക്കും. പ്രത്യേകിച്ച് ആരോഗ്യ സംരക്ഷണത്തിനായിട്ട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും അതുപോലെ തന്നെ ധന്വന്തര മൂർത്തിയെ ധ്യാനിക്കുന്നതും ഉപാസിക്കുന്നതുമൊക്കെ വളരെയധികം നല്ല കാര്യമാണ്. പ്രത്യേകിച്ച് ആരോഗ്യപരമായ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളവർ അതിൽ നിന്നൊക്കെ വിടുതൽ കിട്ടുന്നതിനും ആരോഗ്യമുള്ളവരാണെങ്കിലും മറ്റ് ദോഷങ്ങളിലൊന്നും ചെന്ന് പെടാതിരിക്കുവാൻ വളരെ നല്ലതാണ്. ശ്രേയസ്സും യശസ്സും വന്നിച്ച് സമൂഹ മധ്യത്തിൽ വെച്ച് ഒരു അംഗീകാരം ലഭിക്കുന്ന ഒരു കാലമാണ്. അതായത് സാഹിത്യത്തിൻ്റെയോ കലയുടെയോ കായിക രംഗത്തെയോ ഒക്കെ അടിസ്ഥാനപ്പെടുത്തി അവരവർ ചെയ്യുന്ന പ്രായമായവരായാലും കൊച്ചുകുട്ടികളായാലും അവരവർ ഏർപ്പെടുന്ന രംഗത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇങ്ങനെയുള്ള അംഗീകാരങ്ങൾ വന്നു ചേരുന്നത്. വിദ്യാർത്ഥികളായാണെങ്കിൽ പഠന മികവിന് ഒരു ട്രോഫി കിട്ടുക, അല്ലെങ്കിൽ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുക, പരീക്ഷകൾ പാസ്സായി സർട്ടിഫിക്കറ്റ് കിട്ടുന്നതും ഒരു അംഗീകാരമാണ്. അതുപോലെ തന്നെയാണ് മറ്റ് തൊഴിലുകളൊക്കെ ചെയ്യുന്നവർ. സമൂഹത്തിൽ ഒരു അംഗീകാരം കിട്ടാത്തവർക്ക് തൊട്ടടുത്തുള്ള ഒരു ക്ലബിൽ നിന്നാണെങ്കിലും സമുദായ സംഘടനകളിൽ നിന്നായാലും രാഷ്ട്രീയ സംഘടനകളിൽ നിന്നും ചില സ്ഥാനമാനങ്ങൾ തെരഞ്ഞെടുത്ത് സ്ഥാനമാനങ്ങൾ കിട്ടുക, പൊതു പരിപാടികളിൽ വിളിച്ചു വരുത്തി ഒരു ആദരിക്കൽ നടത്തുക, അങ്ങനെയൊക്കെ വന്നു ചേരുവാൻ ഈ പൂയം നക്ഷത്രക്കാർക്ക് യോഗമുണ്ട്. ഒരു വാഹനം വന്നു ചേരുന്നതിനോ ഉള്ള ഗൃഹം ഒന്ന് പുതുക്കിപ്പണിയുന്നതിനോ പുതിയ വീടിനായിട്ട് ആഗ്രഹിച്ച് ലക്ഷ്യത്തിന് പ്രവർത്തിക്കുന്നവർ അത് സാധിക്കുന്ന ഒരു വർഷമാണ്. പ്രായമായവർക്കും മാതാപിതാക്കൾക്കും ഒക്കെ വളരെ നല്ല ഒരു വർഷമായിട്ടാണ് കണക്കാക്കുന്നത്. ദമ്പതികളായിട്ടുള്ളവർക്കും സന്തോഷകരമായ വർഷമാണ്. ഉല്ലാസയാത്ര പോകുന്നതിനോ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനോ ഒക്കെ സന്തോഷകരമായ ദിനങ്ങൾ കടന്നു പോകുന്ന ഒരു വർഷമാണ്. ഏജ് ഓവറായിട്ട് നിൽക്കുന്ന യുവതികൾക്കായാലും യുവാക്കൾക്കായാലും ഒരു വിവാഹം വേണം എന്ന് വിചാരിച്ച് ദീർഘകാലമായിട്ട് ആലോചിച്ചിട്ടും നടക്കാത്തവർക്ക് വിവാഹം വന്ന് നടക്കുന്നതിനും ഈ നക്ഷത്രക്കാര് വിവാഹിതരായി കാണുന്നതിന് അവരുടെ മാതാപിതാക്കൾക്ക് യോഗമുള്ള ഒരു വർഷമാണ്. അതുപോലെ തന്നെയാണ് തൊഴിൽ രംഗത്ത് വിജയങ്ങൾ വന്നിച്ച് ജോലിയിൽ ഇരിക്കുന്നവർ മാത്രമല്ല, ചെറിയ ചെറിയ തൊഴിലുകൾ ചെയ്യുക, ബിസിനസ് അല്ലെങ്കിൽ ഉൽപ്പാദിത രംഗത്ത് എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് നിർമ്മിച്ച് കൊടുക്കുക. അത് ഭക്ഷണമായാലും വസ്ത്രമായാലും
മറ്റ് കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ടായാലും വാഹനവുമായി ബന്ധപ്പെട്ടായാലും അങ്ങനെയുള്ള വർക്കുകളൊക്കെ ചെയ്യുന്ന അനവധി ആൾക്കാരുണ്ട്. എല്ലാവരും ഗവൺമെൻറ് ജോലിക്കാരോ മറ്റ് ലിമിറ്റഡ് കമ്പനികളിൽ ജോലി ചെയ്യുന്നവരോ അല്ലല്ലോ. ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുന്നവർക്കും ഈ 2025 പൂയം നക്ഷത്രക്കാർക്ക് തൊഴിൽ പുരോഗതി വന്നിച്ച് ഒരു പുരോഗതിയായിട്ട് ആഗ്രഹിച്ച് അതിനുവേണ്ടി ഇറങ്ങിത്തിരിച്ച് പ്രവർത്തിച്ചാൽ അത് വിജയിക്കുന്ന ഒരു വർഷമാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് തീരെ പരാജയപ്പെട്ട് നിൽക്കുന്ന തൊഴിൽ ആണെങ്കിൽ അത് ഒന്ന് മെച്ചപ്പെടുകയോ അതൊന്ന് മാറി ചിന്തിച്ച് കാലത്തിനും ദേശത്തിനും അനുസരിച്ച് തൊഴിൽ മാറ്റി ചിന്തിച്ച് ഒരു പുരോഗതി പ്രാപിക്കുവാൻ യോഗമുള്ള ഒരു വർഷം. അതുപോലെ തന്നെ വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും വിദേശത്തായിരിക്കുന്നവർക്കും വളരെ അനുകൂലങ്ങൾ കിട്ടുന്ന ഒരു വർഷമാണ്. അതായത് ഏതെങ്കിലും പരീക്ഷകളൊക്കെ നിരവധി പ്രാവശ്യം എഴുതിയിട്ട് പാസ്സാകാത്ത ഈ പൂയം നക്ഷത്രക്കാര് ഈ വർഷം ആ പരീക്ഷകളൊക്കെ പാസ്സാകുകയും അത് തൊഴിൽ സ്ഥിരത ഉറപ്പുവരുത്തക്ക രീതിയിൽ തൊഴിൽ സ്ഥാപനത്തിൽ ഒരു അംഗീകാരം ലഭിക്കുന്നതിനും പുരോഗതി കിട്ടുന്നതിനും സർട്ടിഫിക്കറ്റുകളൊക്കെ കിട്ടുന്നതിനും വിദേശത്ത് പഠിക്കുവാൻ പോയിരിക്കുന്ന വിദ്യാർത്ഥികൾ ഏതെങ്കിലും തരത്തിലൊക്കെ ഒരു വിഷയത്തിലൊക്കെ തോറ്റുപോയിട്ടുണ്ടെങ്കിൽ അത് നാട്ടിൽ പഠിക്കുന്നവരായാലും സ്വന്തം നാട് വിട്ട് പഠിക്കുന്നവരായാലും ഒക്കെ ആ പരീക്ഷകളൊക്കെ പാസ്സായി സർട്ടിഫിക്കറ്റുകളൊക്കെ കരസ്ഥമാക്കി പുതിയ ഒരു ജോലിയിൽ പ്രവേശിക്കുവാനും ഒക്കെ ഈ 2025 യോഗമുണ്ട്. പൊതുവെ ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടത് ദുർഗാദേവി ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുകയും യഥാശക്തി ദ്രവ്യസഹിതം സമർപ്പിച്ചൊക്കെ പ്രാർത്ഥിക്കുക. പായസം, അതുപോലെ തന്നെ ദേവിക്ക് മാല, നെയ്വിളക്ക്, വിളക്കിന് ആവശ്യമായ എണ്ണ, പൂജാരികൾക്ക് ആവശ്യത്തിന് മനസ്സ് തെളിയത്തക്ക രീതിയിൽ ഉത്തമ പൂജാരികൾക്ക് ദക്ഷിണയൊക്കെ സമർപ്പിക്കുന്നതും ശ്രേയസ്കരമാണ്. അതുപോലെ മഹാദേവന് ജലധാര പോലെയുള്ള വഴിപാടുകളൊക്കെ ചെയ്താൽ പൊതുവെ ഏതെങ്കിലും തരത്തിലുള്ള ശത്രുദോഷമൊക്കെ മാറുന്നതിനും വിഘടനപരമായ ചിന്താഗതികളൊക്കെ മാറി നേർബുദ്ധി തെളിയുന്നതിനുമൊക്കെ ഈ മഹാദേവന് ജലധാര ചെയ്യുന്നതും വളരെ ഉത്തമം. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്ത് എന്നെ പ്രോത്സാഹിപ്പിക്കണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു. ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരുന്നു. അത് ഒരു പൊരുത്തം നോക്കുന്ന കാര്യത്തിലൊക്കെ ആയാലും മറ്റ് എന്ത് കാര്യത്തിനായാലും അവസരമുണ്ട്. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു.